Hi friends, today special കപ്പ ബിരിയാണി. കപ്പ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ചിക്കൻ കപ്പ ബിരിയാണി, ചിക്കൻ വെച്ചിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഡിഷ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലല്ലേ ഞങ്ങളുടെ ചാനൽ ഗ്രോ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയാ അച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടു നോക്ക് കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യം കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട്, ചിലയിടത്ത് പൂളാന്ന് പറയും, പൂളയെ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു കപ്പ് ആവശ്യത്തിന് വെള്ളം, നിങ്ങൾ എത്ര വേണോ കപ്പ് എടുക്കണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കുക. കുക്കറിലോ ഏത് പാത്രത്തിലായാലും നിങ്ങൾ വേവിക്കാൻ വയ്ക്കുക. ഞാൻ ഇവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് മസാല ഉണ്ടാക്കണം. ചിക്കനിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി, മല്ലിച്ചപ്പ്, പിന്നെ അതിൻ്റെ മീതെ ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, പിന്നെ കുരുമുളക്, പെരുംജീരകം കൂടി ചേർത്ത് പൊടിച്ചത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ഇതൊക്കെ അരിഞ്ഞ് റെഡി ആകുമ്പോഴത്തേനും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ ഇതുപോലെ വേവിച്ചിട്ട് എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രം നമ്മൾ ഇതിൻ്റെ ചിക്കനിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി എടുക്കണം. ഒന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വഴറ്റി എടുക്കണം. നിങ്ങൾ സവാള കുറച്ചും ചെറിയ ഉള്ളി കൂടുതലും എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ് നമ്മുടെ കപ്പ ബിരിയാണിക്ക്. അപ്പോൾ അല്ലെങ്കിൽ രണ്ട് സമാസമായിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും ചേർത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി ഏതൊരു ഡിഷിൽ ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നിങ്ങൾ വഴറ്റിക്കോളും. അപ്പോൾ ലാസ്റ്റ് ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പിടണം. അതായത് നന്നായി വഴണ്ട് നല്ല ട്രാൻസ്പെറൻറ്റ് കളർ പോലെ ഒരു എന്തായാലും നല്ല ബ്രൗൺ കളറല്ല, ജസ്റ്റ് വഴണ്ട് വന്നിട്ട് ആ ടൈമിൽ തന്നെ പച്ചമുളകും കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ചതച്ചെടുത്തിട്ടുള്ളത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറിയപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഈ സമയം മസാല ഇടുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞ് ആകെ കരിഞ്ഞ ഒരു സ്മെല്ലും കാര്യങ്ങളും എടുക്കും. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം. തീ നന്നായി കുറച്ച് വയ്ക്കുക. നമ്മുടെ പൊടികൾ ഇടുമ്പോൾ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികളിടുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ പെരുംജീരകവും കൂടിയിട്ട് പൊടിച്ച് വെച്ച് ചേർക്കുക. അത് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും പിന്നെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പും നമുക്ക് പാകത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് മസാലയിൽ പിടിക്കുമ്പോൾ നന്നായിട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടി, കുറച്ച് ഒരു ഇറ്റ് വെള്ളം കേട്ടോ. ഞാൻ ആ തക്കാളി വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വേണ്ട, നിങ്ങൾ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് മൂടി വയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ വേറെ വെള്ളം ചേർക്കരുത്. അത് അടഞ്ഞിരുന്നിട്ട് തന്നെ ഇതുപോലെ ആയി കിട്ടും. കുറച്ച് വെള്ളം ഇതായ ഒരു പരുവം പോലെ ആയി കിട്ടും. ഈ സമയത്ത് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ചിക്കൻ കഷ്ണം വലിയ കഷ്ണങ്ങളായി കിടക്കണമെന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. നന്ന ചെറുതായിട്ടാണോ ഇഷ്ടമെന്നെങ്കിൽ നന്നായി ചെറുതായിട്ട്, മീഡിയം പീസ് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ മുറിച്ചെടുക്കുക. ഏറ്റവും വലിയ പീസാക്കരുത്.
നമുക്ക് ചില്ലിയുടെ പീസ് പോലെ ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടി വലിയ പീസാക്കിയിട്ട് ഈ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറച്ച് വെള്ളം ആവശ്യത്തിന് അതിൽ വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുക. നമ്മൾ ഇത് മൂടി വയ്ക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മീതെ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പില ഇഷ്ടമില്ലാത്ത കാര്യമില്ലല്ലോ, കുറച്ച് ഇതിക്ക് നല്ല ഇഷ്ടം കറിവേപ്പില, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് മൂടി വെച്ച് അപ്പോൾ അത് ചിക്കനിലുള്ള വെള്ളവും അതിലുണ്ടായിരുന്ന വെള്ളം കൂടിയിട്ട് നന്നായിട്ട് ഇത്തിരി തോനെ വെള്ളമുള്ള പോലെ തോന്നും. പക്ഷേ അതൊക്കെ വറ്റി ഒന്ന് കുറുകിയ പരുവാവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് മൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ പാത്രം മൂടി എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക. ഈ പരുവാകുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് മസാലകളൊക്കെ പിടിച്ച് നമ്മൾ കപ്പയിലേക്ക് യോജിപ്പിക്കാനായിട്ടുള്ള പരുവായി തുടങ്ങിയിരിക്കണ കണ്ടില്ലേ. അതിൽ ഈ സമയത്ത് ലാസ്റ്റ് നമ്മൾ ഇത്തിരി കൂടിയും കുരുമുളകും പെരിഞ്ചീരകവും കൂടിയിട്ട് പൊടിച്ച് വെച്ചത് ഇതിൻ്റെ മീതേക്ക് തൂക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ചിക്കൻ്റെ ഈ ഗ്രേവിക്ക്. കുറച്ച് മല്ലിച്ചപ്പും, നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഇഷ്ടമാണെങ്കിൽ മല്ലിച്ചപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, ഈ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണ്ടാന്ന് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ട ഇവിടെ ഗ്രേവി ഇവിടെ റെഡിയായി. ഇനി കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ കപ്പയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മീതെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഡിഷ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.